ഇപ്പോൾ നമ്മൾ ദൃശ്യത്തിൽ കാണുന്നത് റാന്നി ഭാഗത്തുള്ള ആകാശ ദൃശ്യങ്ങളാണ്. എത്രത്തോളം വെള്ളക്കെട്ട് ഈ നഗരങ്ങളിൽ രൂപപ്പെട്ടിട്ടുണ്ട് എന്ന് കൃത്യമായി ഇതിൽ നിന്ന് മനസ്സിലാക്കും. പമ്പയാർ നിറഞ്ഞു കവിഞ്ഞാണ് ഇങ്ങനെ റാന്നി നഗരത്തിലേക്ക് വെള്ളം ഇത്രത്തോളം കടന്നു കയറിയത്. ജലനിരപ്പ് ഇപ്പോഴും ഉയർന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് അവിടെ നിന്നുള്ള റിപ്പോർട്ടുകൾ. മഴയ്ക്ക് അല്പം ശമനമുണ്ട്, എന്നാൽ വെള്ളക്കെട്ടിന് വലിയ ശമനമൊന്നുമില്ല എന്നുള്ളതാണ്. കൂടുതൽ മഴ പെയ്താൽ ജലനിരപ്പ് ഇനിയും ഉയരാനുള്ള സാധ്യതയുണ്ട്. അത് വലിയ അപകടത്തിലേക്ക് കാര്യങ്ങളെത്തിക്കും. പരമാവധി ആളുകളെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റുന്ന പ്രവൃത്തികളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷം മാത്രമേ സാധന സാമഗ്രികൾ കടകളിൽ നിന്നും മറ്റുമൊക്കെ മാറ്റുന്ന നടപടികളിലേക്ക് കടക്കുകയുള്ളൂ. പുലർച്ചെയാണ് പെട്ടെന്ന് വെള്ളം ഉയർന്നത്. ആളുകൾ പെട്ടെന്ന് ഇതേക്കുറിച്ചുള്ള അറിവ് ലഭിച്ചതുകൊണ്ട് തന്നെ എല്ലാവരെയും സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റാൻ സാധിച്ചു എന്നുള്ളതാണ് ആശ്വാസകരമായ വാർത്ത. 2018 പ്രളയകാലത്തെ ഓർമ്മപ്പെടുത്തുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനിയും മഴ പെയ്യും എന്നാണ് നമുക്ക് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നത്. 9 ജില്ലകളിൽ റെഡ് അലേർട്ടാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതിൽ റെഡ് അലേർട്ട് ഇല്ലാത്ത ജില്ലകളിൽ 5 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടാണ്. പാലക്കാട്, എറണാകുളം, ആലപ്പുഴ, കൊല്ലം, തിരുവനന്തപുരം ജില്ലകളിലാണ് ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇതുകൂടാതെ മറ്റെല്ലാ ജില്ലകളിലും റെഡ് അലേർട്ടാണുള്ളത്. അതായത് ശക്തമായ മഴ പെയ്യാനാണ് സാധ്യത. ഇതിൽ കൂടുതൽ ശക്തമായ മഴ, അതിതീവ്രമായ മഴയ്ക്ക് സാധ്യതയുള്ളത് വടക്കൻ ജില്ലകളാണ് എന്ന് പ്രത്യേകം ഓർക്കുക. ഇന്നലെ പുലർച്ചെ അപകടമുണ്ടായത് കോട്ടയം, ഇടുക്കി എന്ന് പറയുന്ന തെക്കൻ ജില്ലകളിലാണെങ്കിൽ ഇന്ന് കൂടുതൽ അപകട സാധ്യതയൊക്കെ ഉള്ളത് വടക്കൻ ജില്ലകളിലാണ്. കാരണം കൂടുതൽ കനത്ത മഴ പെയ്യാനുള്ള സാധ്യത വടക്കൻ ജില്ലകളിലാണ് എന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നു. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ജാഗ്രത എല്ലാവരും പുലർത്തണമെന്നുള്ള നിർദ്ദേശവും നേരത്തെ റവന്യൂ മന്ത്രി വാർത്താസമ്മേളനം നടത്തിയപ്പോഴൊക്കെ അറിയിക്കുകയുണ്ടായി. റാന്നിയിൽ നിന്ന് അനൽക്ക സെയ്ദാണ് വിവരങ്ങൾ നൽകാൻ. അനൽക്ക, റാന്നിയിലെ ആകാശ ദൃശ്യങ്ങളാണ് ഇപ്പോൾ സ്ക്രീനിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ജലനിരപ്പ് ഉയരുകയാണോ അതോ എന്തെങ്കിലും ആശ്വാസത്തിന് വകയുള്ള വാർത്തകളുണ്ടോ അവിടെ നിന്ന്? നൗഫൽ, റാന്നിയിൽ ഏതായാലും ജലനിരപ്പ് നേരത്തെ ഉള്ളതിനേക്കാൾ അല്പം ഉയർന്നിട്ടുണ്ട്. അതായത് ഇപ്പോഴും മഴയില്ലെങ്കിൽ പോലും അതായത് ഈ പമ്പയാറിൽ ജലനിരപ്പ് ചെറിയ തോതിൽ ഉയരുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും നിലയിൽ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നുണ്ട്. അതായത് അല്പനേരം മുമ്പാണ് ഇപ്പം നേരത്തെ ഇവിടെ സംസാരിച്ചിട്ടുള്ള MLA പഴങ്കുളം അത് ഉൾപ്പെടെ പറഞ്ഞിട്ടുള്ളൂ. ഇപ്പോഴും രക്ഷാപ്രവർത്തനം നടക്കുന്നുണ്ട്. പോലീസിന്റെയും അതോടൊപ്പം തന്നെ ഫയർഫോഴ്സിന്റെ നേതൃത്വത്തിലുള്ള രക്ഷാപ്രവർത്തനം നടക്കുന്നുണ്ട്. അല്പനേരം മുമ്പാണ് അതായത് രക്ഷാപ്രവർത്തനത്തിന് വേണ്ടി പോയ അതായത് ടൗണിലേക്ക് ഇറങ്ങിയ ഒരു ജീപ്പ്, ഒരു 4x4 വാഹനം, അതായത് ഈ കുറച്ച് നേരം മുന്നോട്ടേക്ക് പോയി പിന്നീട് അവിടെ അകപ്പെടുകയായിരുന്നു. നമുക്ക് ദൃശ്യങ്ങൾ കാണുന്ന പോലെ തന്നെ അതായത് രക്ഷാപ്രവർത്തനത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന അതായത് ഒരു വാഹനമായിരുന്നു. പക്ഷെ അത് ഇവിടെ നിന്ന് ഇറക്കി അല്പനേരം മുന്നോട്ടേക്ക് പോയ സമയത്ത് അവിടെ കുടുങ്ങുകയായിരുന്നു. അതിൽ ഈ രക്ഷാപ്രവർത്തനത്തിനുള്ള നാട്ടുകാർ ഉൾപ്പെട്ട സംഘമായിരുന്നു അതിലുണ്ടായിരുന്നത്. പക്ഷേ ഈ വാഹനം അല്പനേരം സഞ്ചരിച്ച ശേഷം പിന്നെ അവിടെ കുടുങ്ങുകയായിരുന്നു. അതോടൊപ്പം തന്നെ കൂടുതൽ ഈ കെട്ടിടങ്ങളിലും പിന്നെ ഈ സമീപത്തുള്ള വീടുകളിലൊക്കെ തന്നെ കുടുങ്ങിയിട്ടുള്ള ആൾക്കാരെ ഘട്ടം ഘട്ടമായി എത്തിക്കുകയാണ്. അതായത് നിലവിൽ മഴ ഇല്ല, പക്ഷേ അതോടൊപ്പം തന്നെ ഇതിൽ എടുത്തു വരേണ്ട കാര്യം ഈ പത്തനംതിട്ടയുടെ മറ്റു ഭാഗങ്ങളിലൊക്കെ തന്നെ ചെറിയ രീതിയിലുള്ള മഴയുണ്ട്. ശബരിമലയുടെ വനമേഖലകളിൽ മഴയുണ്ട്. അതോടൊപ്പം തന്നെ പമ്പയാർ കര കവിഞ്ഞതോടെ ഈ റാന്നി ടൗണിന്റെ ചുറ്റും അതായത് ഏകദേശം 4-5 കിലോമീറ്റർ ചുറ്റളവിൽ മുഴുവൻ വീടുകളിലൊക്കെ തന്നെ വെള്ളം കയറിയിട്ടുണ്ട്. കൂടാതെ അതുമായി ബന്ധപ്പെട്ട് പമ്പ, അച്ചൻകോവിലാർ, കല്ലാർ, മണിമലയാർ തുടങ്ങിയ നദികൾ കര കവിഞ്ഞൊഴുകയാണ്. പമ്പയാറിനെ പോലെ തന്നെ ഇതിന് സമീപത്തുള്ള മറ്റ് നദികളൊക്കെ തന്നെ കര കവിഞ്ഞൊഴുകയാണ്. ജലനിരപ്പ് ക്രമാതീതമായി ഉയരുകയും ചെയ്യുന്നുണ്ട്. കൂടാതെ അതുമായി ബന്ധപ്പെട്ട് തന്നെ പല ഡാമുകളും തുറന്നു വിടുന്നുണ്ടല്ലോ. ഇപ്പോൾ മൂഴിയാർ ഡാം ഒരു ഷട്ടർ തുറന്നിട്ടുണ്ട്. 10 സെന്റിമീറ്ററാണ് ഷട്ടർ ഉയർത്തിയത്. അപ്പോൾ അവിടെ നിന്നൊക്കെയുള്ള വെള്ളം ഈ പുഴകളിലേക്ക് എത്തുകയും ഈ ആറുകളിലേക്ക് എത്തുകയും അത് കരകവിഞ്ഞൊഴുകുന്നത് കൂടുതൽ രൂക്ഷമാവുകയും ഈ നഗരങ്ങളിലേക്ക് വെള്ളമെത്താനുള്ള സാധ്യത കൂടുകയുമാണല്ലോ ചെയ്യുന്നത്, അല്ലേ? തീർച്ചയായിട്ടും നൗഫൽ, അതായത് മൂഴിയാർ അണക്കെട്ട് അതായത് ഈ പുലർച്ചെ ഏകദേശം 4-5 മണിയോടെ തന്നെ ഈ ഭാഗങ്ങളിലൊക്കെ തന്നെ വലിയ രീതിയിൽ മഴയുണ്ടായിരുന്നു. ആ ഘട്ടത്തിൽ രാവിലെ ഈ വൻതോതിലുള്ള മഴ പെയ്തു. സമീപത്തെ നദികളിലൊക്കെ തന്നെ വെള്ളം കൂടി. പക്ഷേ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതായത് ചില ഡാമുകളിൽ അങ്ങനെ ക്രമാതീതമായി ജലനിരപ്പ് ഉയർന്നിട്ട്, പക്ഷേ മൂഴിയാർ ഡാമിൽ ഉടൻ തന്നെ റെഡ് അലേർട്ട് പ്രഖ്യാപിക്കും. അതായത് ഷട്ടർ തുറന്നു വിടുകയും ജലം തുറന്നു വിടുകയും ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ കോന്നി വനമേഖലയിലും ഈ ഒരു ഉരുൾപൊട്ടൽ
പൊട്ടിയതായിട്ടുള്ള ഒരു സംശയമുണ്ട്. അത് ജില്ലാ ഭരണകൂടമാണ് സ്ഥിരീകരിക്കേണ്ടത്. കൂടാതെ കോന്നി ഭാഗത്ത് വലിയ രീതിയിൽ മണ്ണിടിച്ചിലുണ്ടായിട്ടുണ്ട്. പക്ഷേ മറ്റ് ആളപായം ഒന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല.